ഉപ്പിലിട്ട ഐറ്റംസ് എല്ലാം ഇഷ്ടമുള്ളവർ എന്തായാലും ഈ ഒരു ബത്തക്ക ഉപ്പിലിട്ടതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ കാണാനുള്ളൊരു ചന്തത്തിന് വേണ്ടിയിട്ട് ബത്തക്ക ഞാൻ ഇതുപോലെ ഒരു ക്യൂബ്സ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ നല്ല എരിവുള്ളൊരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഒറ്റൊന്നേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങളെടുക്കുമ്പോൾ ഒരു 3 എണ്ണമൊക്കെ ചേർത്ത് കൊടുത്തോ. ഇനി വെള്ളം നല്ലോണം ഒന്ന് തിളപ്പിച്ചിട്ട് അതിൻ്റെ പകുതി ചൂട് പോകുമ്പോൾ ഞാൻ ഈ കുപ്പിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നോട്ട് ദ പോയിൻറ്റ്, തിളച്ച വെള്ളം എടുത്ത് ഒഴിച്ചാൽ കുപ്പി ഉരുകി പോകുക. ഇനി ഇതൊരു 20 മിനിറ്റ് അടച്ച് വെക്കാം. അന്നേരം ബത്തക്കേൻ്റെയും ആ പച്ചമുളകിൻ്റെയൊക്കെ ഫ്ലേവർ അതിലേക്ക് ഇറങ്ങി വരും. ഇനി ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 സ്പൂൺ പഞ്ചസാര, അതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി 20 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള ആ ബത്തക്കയുടെ വെള്ളം കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് ഫുള്ളായിട്ടൊന്നും ചേർത്ത് കൊടുക്കണ്ടേ, അതിൻ്റെ ഒരു കാൽഭാഗമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ആ ഒരു മിക്സെല്ലാം കൂട്ടിയിട്ട് ഞാൻ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി വെള്ളം കുറച്ച് ചൂടൊക്കെ അറിയിട്ടാകുമ്പം ഒരിളം ചൂട് മതിയാവും. അന്നേരം നമ്മൾ ആ ബോട്ടിലേക്ക് തിരിച്ചൊഴിച്ച് കൊടുക്കുക. പിന്നെ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ടൊന്ന് തിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, എല്ലാം കൂടി ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട്. നമ്മളെ ബോട്ടിൽ ഫുള്ളായതുകൊണ്ട് നമ്മുടെ പച്ചമുളകിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനുള്ള സ്പേസ് ഇല്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി 2 മണിക്കൂർ കഴിഞ്ഞ് തുറന്ന് കഴിക്കുമ്പോഴേക്ക് അതിൻ്റെ എരിവും പുളിയൊക്കെ അതിൽ ഇറങ്ങിയിട്ടുണ്ടാവും. ഇതിൽ എനിക്ക് പാകത്തിനുള്ള എരിവുണ്ടായിരുന്നു, കാരണം ഞാൻ ഒരു പച്ചമുളകല്ലേ ഇട്ടിട്ടുള്ളൂ. പിന്നെ കുറച്ചും കൂടി എരിവൊക്കെ വേണമെന്നുള്ളവരാണെങ്കിൽ ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും സംഭവം പൊളി തന്നെ. ഒരിക്കലെങ്കിലും നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പം ശരി എന്നാൽ, ബായ്.